ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസിലെ 6ാമത്തെ യൂണിറ്റായ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണ്? സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ ഇതിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഡോണ്ട് യു ഓൾസോ പ്ലേ സച്ച് ഗെയിംസ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണ്? കുട്ടികൾ കളിക്കുന്ന ഒരു ചിത്രമാണ്. ഡോണ്ട് യു ഫീൽ ടയേർഡ് വെൻ കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ഇൻ ഗെയിംസ്. അതായത് നമ്മൾ തുടർച്ചയായി നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് ടയേർഡ് ആവും അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീലിംഗ് ടയേർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടയേർഡ് ആവുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ വി പ്ലേ അവർ ബോഡി ഈസ് ഡൂയിങ് വേരിയസ് വർക്ക്. അതായത് നമ്മൾ കളിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡി എന്താണ് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജോലികൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ് നമുക്ക് ടയേർഡൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. വി കനോട്ട് സീ എനർജി. ഇറ്റ് മാനിഫെസ്റ്റഡ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ദ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. അതായത് എന്താണ് എനർജി എന്ന് പറയുന്നത്? എന്താണ്? ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ്. അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എനർജി ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അത് പല ആക്ഷനുകളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന എനർജി ഏതൊക്കെയാണ്? ഹീറ്റും ലൈറ്റുമാണ്. അപ്പോൾ ആ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. What are the situations in your house where energy is utilized? Write them down. അപ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ വീട്ടിൽ എനർജി ഉപയോഗിക്കുന്നത്? ഏതാണ്? ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ കുക്കിംഗ് എന്ന് പറയുന്നതിൽ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫോർ ലൈറ്റിംഗ്, അതുപോലെ തന്നെ ഫോർ ഹീറ്റിംഗ്, അതുപോലെ തന്നെ ഫോർ ചാർജിങ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്ക് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഏതൊക്കെ ഉപകരണത്തിൽ നിന്നാണ് എനർജി കുക്കിങ്ങിന് വേണ്ടി ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഏതിലൊക്കെയാണ്? ഗ്യാസ് സ്റ്റൗ, ബയോ ഗ്യാസ്, ഇലക്ട്രിക് സ്റ്റൗ, അതിൽ നിന്ന് സോളാർ എനർജി, അതിൽ നിന്നൊക്കെ നമുക്ക് എനർജി കിട്ടും. അടുത്തത് ഫ്യൂവൽസ്. ഒബ്സർവ് ദ പിക്ചർ ബിലോ. അതായത് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ ചിത്രം ഓപ്പൺ ഹെർത്ത് ആൻഡ് പിക്ചർ സി. പിക്ചർ 3 കെറോസിൻ സ്റ്റൗ, അതുപോലെ തന്നെ പിക്ചർ 4 ഗ്യാസ് സ്റ്റൗ. അപ്പോൾ അങ്ങനെ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. Then what types of stove are used in house? Which type do you have in your home? അതായത് ഏത് സ്റ്റൗ ആണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അതായത് ഗ്യാസ് സ്റ്റൗ ആയിരിക്കും മിക്ക വീട്ടുകളിലും ഉപയോഗിക്കുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റൗ എന്ന് എഴുതുക. നിങ്ങളുടെ വീട്ടിൽ ഏത് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത് അത് എഴുതുക. We use stove for cooking. അതായത് നമ്മൾ സ്റ്റൗസ് ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഫുഡ് പാകം ചെയ്യാനാണ്. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് when they receive energy from heat. അതായത് ഭക്ഷണം എങ്ങനെയാണ് കുക്കാകുന്നത്? അതായത് അതിന് ഹീറ്റ്, അതായത് അതിന് എനർജി റിസീവ് ചെയ്യാതാലാണ് ഫുഡൊക്കെ കുക്കാകുന്നത്. ഹൗ ഈസ് എനർജി ഹീറ്റ് ആൻഡ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗസ്? ഷോ ഇൻ ദ പിക്ചർ. വിച്ച് മെറ്റീരിയൽസ് ബേൺസ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റൗ? വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ് ടു ജനറേറ്റ് heat? Then write down. Fuels are substances that generate heat when burned. Many materials such as wood, kerosene, LPG, petrol, diesel and coal are fuels. അതായത് ഫ്യൂവൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസസ് ആണ്. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ, അതായത് കത്തുമ്പോൾ ഹീറ്റ് ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അതായത് വുഡ്, അതുപോലെ തന്നെ മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, LPG, കെറോസിൻ, ഇവയൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. അപ്പോൾ അതൊന്ന് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസസ് ആണ്. What help in burning? Does the firewood always burn well in the hearth? What is to be done to make the firewood burn well? അതായത് ഫയർവുഡ് നന്നായിട്ട് കത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്. അതായത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളൊരു കുഴലിലൂടെ ഊതിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് കത്തും. അപ്പോൾ അതുപോലെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ക്ലീൻ ദ ചിമ്മിനി വൺസ് എ മന്ത്, ക്ലീൻ ദ സ്റ്റൗ എവറി ഡേ. അത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? അതായത് ഈ പൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഊതുമ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം ഓക്സിജൻ ഈസ് നെസസറി ഫോർ ബേണിങ്. അതായത് കത്തണമെങ്കിൽ എന്താണ് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഫോർ ഗിവിങ് മോർ ഓക്സിജൻ എയർ ഈസ് ബ്ലോൺ ത്രൂ എയർ. അപ്പോൾ നമ്മൾ കൂടുതൽ ഓക്സിജൻ കൊടുക്കുമ്പോൾ എന്താണ്? ആ പൈപ്പിലൂടെ എയർ കൂടുതൽ പോകുന്നുണ്ട്.
ഇനി അടുത്തത് ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്, അതായത് വായു ആവശ്യമാണ് കത്തണമെങ്കിൽ. ലെറ്റ്സ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. നമ്മളോടൊരു പരീക്ഷണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് 2 candles of the same size, light both the candles, cover one of them with glass, observe the both candles, what happened to them, what conclusion do you arrive at from this experiment, prepare experiment note. അതായത് 2 candles മെഴുകുതിരി എടുത്തിട്ട് ഒരേ വലുപ്പമുള്ളത് എടുക്കുക, എന്നിട്ട് അത് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം ഒരു മെഴുകുതിരിയുടെ മേലെ ഒരു ഗ്ലാസ് കവർ ചെയ്യുക, അത് ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുക, അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് നോക്കാം. എക്സ്പെരിമെൻറ്റ് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം എയിം എഴുതണം. ടു പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ് ആൻഡ് മെറ്റീരിയൽ റിക്വയർഡ് കാൻഡിൽ, ഗ്ലാസ് ആൻഡ് പ്രൊസീജിയർ. Take 2 candles of same size, light both the candles, cover one of them with the glass, observe both the candles. Observation: the candle flame is put out when it is covered with the glass. Inference: oxygen or air is necessary for burning of all substances. When the candle flame is covered with the glass, the air present in it completely exhausted. Hence, the candle flame is put out. അടുത്തത് ഹൗ ഈസ് യൂസ് എ ഹെർത്ത്, എങ്ങനെയാണ് നമ്മൾ ഹെർത്ത് യൂസ് ചെയ്യേണ്ടത്, അതായത് അടുപ്പ്. യു ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഹെർത്ത്, പിക്ചർ 6.5. അപ്പോൾ നിങ്ങൾ 6.5 നമ്മൾ നേരത്തെ കണ്ടു, ഡിഡിൻറ്റ് യു? അപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ടാകും എല്ലാ വീടുകളിലും, നിങ്ങളുടെ മിക്ക വീടുകളിലും അത് ഉണ്ടാകുന്നതുമാണ്. ഈസ് ഇറ്റ് പോസിബിൾ ടു യൂട്ടിലൈസ് ഓൾ ദ ഹീറ്റ് എനർജി ജനറേറ്റഡ്? വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്, അതായത് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ഹീറ്റ് ലോസ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽസ് ആൻഡ് ദ ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്, അതായത് ഹെർത്തും അതുപോലെ തന്നെ വെസലും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കുറക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താ എഴുതാം, ക്ലോസ് ദ വെസൽ വിത്ത് എ ലിഡ്, അതായത് നമ്മൾ പാത്രം ഒരു ലിഡ് വെച്ചിട്ട് അടക്കുക. അതുപോലെ തന്നെ ഡു നോട്ട് ഫിൽ വിത്ത് ഫയർവുഡ്, അതായത് ഫുള്ള് നിറക്കരുത് ഫയർവുഡ് വെച്ചിട്ട്. അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് എ ഗുഡ് എയർ സർക്കുലേഷൻ, നല്ല എയർ സർക്കുലേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്, അതായത് ഫ്യൂവൽസിൻ്റെ മറ്റുള്ള ഉപയോഗങ്ങളാണ് പറയുന്നത്. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസ്സസ്, ട്രക്സ് ആൻഡ് എക്സ്കേവേറ്റേഴ്സ്. അതായത് ഡീസൽസ് നമ്മൾ പൊതുവായിട്ട് ജനറലി യൂസ് ചെയ്യുന്നത് ഹെവി വെഹിക്കിൾസിലൊക്കെയാണ്. ഹവർ പെട്രോൾ, ഡീസൽ ആർ ദ ഗ്യാസ് യൂസ്ഡ് ടു ലൈറ്റ് വെഹിക്കിൾസ് ലൈക്ക് കാർ ആൻഡ് ഓട്ടോറിക്ഷാസ്. അതായത് പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ എന്തിനാണ്, കാറ്, ഓട്ടോറിക്ഷ അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫാക്ടറീസ് യൂട്ടിലൈസ് കോൾ, ഗ്യാസ്, നെഫ്ത. ജെറ്റ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്, അതായത് ഓരോന്നിലും ഓരോ തരത്തിലുള്ള ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ സോഴ്സസ്, എന്താണ് സോഴ്സസ്? ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ റീച്ച് ദ പെട്രോൾ പമ്പ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പെട്രോളും ഡീസലും ഒക്കെ നമ്മുടെ പെട്രോൾ പമ്പിൽ എത്തുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. They are obtained from the crude oil extracted from the earth. എർത്തിൽ നിന്ന് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് ക്രൂഡ് ഓയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, എർത്തിൽ നിന്ന് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഡു യു നോ ഹൗ ക്രൂഡ് ഓയിൽ ഈസ് ഫോംഡ്? അതായത് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കോൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസസ്, ഇവയൊക്കെ ഉണ്ടാകുന്നത് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ, വർഷങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ്, അതായത് അടുത്തിൽ ഉണ്ടായിട്ട് ഓർഗാനിക് മാറ്റർ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഈ കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയൊക്കെ. ദെൻ ഫ്യൂവൽസ് ആർ യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് സച്ച് ആസ് പെട്രോൾ, ഡീസൽ, കെറോസിൻ ആൻഡ് LPG യൂസ്ഡ് ഫോർ കുക്കിംഗ് ആർ ഓൾ റിഫൈൻഡ് പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ. അതായത് ഫ്യൂവൽസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ് ഡീസൽ, പെട്രോൾ, കെറോസിൻ, LPG എന്നിവയൊക്കെ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഫോർ കുക്കിംഗ് ആർ ഓൾ റിഫൈൻഡ് പ്രൊഡക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ. ആൻഡ് കോൾ was used as fuel for running trains and ships and also for operating industries before diesel and electricity became popular. അതായത് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഡീസലും ഒക്കെ പോപ്പുലർ ആകുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ കോളായിരുന്നു ഇൻഡസ്ട്രീസിൽ, അതായത് ഇതിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിനും ഷിപ്പിനും ഒക്കെ എന്താണ്, കോളാണ് യൂസ് ചെയ്തിരുന്നത്. നവഡേയ്സ് കോൾ ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കോള് തെർമൽ പവർ പ്ലാന്റിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഒരു ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതായത് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ഓയിൽ റിഗാണ്. ദെൻ അടുത്തത് പെട്രോളിയം റിഫൈനറി ആണ്. അതുപോലെ തന്നെ മറ്റത് പെട്രോൾ പമ്പാണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പെട്രോൾ പമ്പ്. ദെൻ അടുത്തത് LPG സിലിണ്ടർ ആണ്, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സിലിണ്ടർ LPG സിലിണ്ടർ ആണ്. ദെൻ fossil fuels are formed from the remains of living organisms that exist on Earth millions of years ago. Their stock decreases and eventually runs out by consumption. These are refined as non-renewable energy sources. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഫോം ചെയ്തെന്ന്, അതായത് ലിവിങ് ഓർഗാനിസം, അതായത് ജന്തുക്കളുടെയും മറ്റുള്ളതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്: നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോള്. ഇതിൽ നാച്ചുറൽ ഗ്യാസ് ഏതൊക്കെയാണ്? നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോള്. ഇതിൽ ക്രൂഡ് ഓയിലാണ് ഏതൊക്കെ? പെട്രോള്, ഡീസൽ, കെറോസിൻ, LPG, നാഫ്ത. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ്. അപ്പോൾ നമ്മൾ ഫ്യൂവൽസിനെ കുറിച്ച് പഠിച്ചു, ഫോസിൽ ഫ്യൂവൽസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫ്യൂവൽസിൽ തന്നെ ഓരോ ഫോംസ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയൊക്കെയാണ്. വി ഹാവ് ലേൺ അബൌട്ട് വാരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫ്യൂവൽസിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. സം ഓഫ് ദം ആർ വുഡ്, കെറോസിൻ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കോൾ ആൻഡ് LPG. In addition to the above mentioned, find out the other fuels and groups them based on their physical state. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതായത് സോളിഡ് രൂപത്തിലുള്ളവ, അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലുള്ളവ, ഗ്യാസ് രൂപത്തിലുള്ളവ. അപ്പോൾ അങ്ങനെ നമുക്ക് തരം തിരിച്ചിട്ടൊന്ന് പഠിച്ചു നോക്കാം, അതൊക്കെ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 6.2 എന്ന് പറഞ്ഞിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്, അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ദ അതർ ഫ്യൂവൽസ് ആൻഡ് ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഓരോന്നിനെയും തരം തിരിച്ച് നോക്കാം. അപ്പോൾ സോളിഡിൽ ഏതൊക്കെയാണ് വരിക? സോളിഡ് വരുന്നതാണ് ഫയർവുഡ്, കോള്, കൗഡങ് കേക്ക്, സോഡസ്റ്റ് എന്നിവയൊക്കെ. അതുപോലെ തന്നെ ലിക്വിഡിൽ വരുന്നത് ഏതൊക്കെയാണ്? പെട്രോള്, ഡീസൽ, കെറോസിൻ, നാഫ്ത, അതൊക്കെയാണ് ലിക്വിഡിൽ വരുന്നത്. ദെൻ ഗ്യാസിൽ വരുന്നത് ഏതൊക്കെയാണ്? നാച്ചുറൽ ഗ്യാസ്, LPG, അതുപോലെ തന്നെ ബയോഗ്യാസ്, ഹൈഡ്രജൻ എന്നിവയൊക്കെയാണ് ഗ്യാസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, അതായത് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഓരോന്നിനെയും തരംതിരിക്കുക. ദെൻ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദ ചേഞ്ചസ് ഓഫ് ഫ്യൂവൽ യൂസേജ് ഇൻ ട്രെയിൻസ് ഓവർ ദ ടൈം. അതായത് ഓരോ ടൈമിലും ഓരോ ചേഞ്ചുകളാണ് ഫ്യൂവൽസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ എന്നാൽ കോൾ ട്രെയിനാണ്, പിന്നെ അത് ഡീസൽ ട്രെയിനായി, പിന്നെ അത് ഇലക്ട്രിക് ട്രെയിനായി. അപ്പോൾ ഓരോന്നിനെയും മാറ്റങ്ങളുടെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Then currently electric trains are common in operation. Electricity is an alternative form of energy which can use instead of fuels. അതായത് ഫ്യൂവൽസിന് പകരം നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരുപാട് വെഹിക്കിൾസും അങ്ങനെ കാണുന്നുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ, ഓട്ടോറിക്ഷ, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്യൂവൽസ് എന്താണ്? നമ്മൾ ഈ ഫ്യൂവൽസിന് പകരം നമുക്ക് ഇലക്ട്രിസിറ്റി ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വി കാൺ ഇമാജിൻ ലൈഫ് വിതൗട്ട് ഇലക്ട്രിസിറ്റി നൗ എ ഡേയ്സ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, ഒരു ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വാട്ട് ആർ ദ വേരിയസ് നീഡ്സ് ഇൻ ഹൗസ് ദാറ്റ് റിക്വയർഡ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിസിറ്റി വീട്ടാവശ്യത്തിന് എന്തൊക്കെ റിക്വയേഴ്സ് ആണ്, എന്തിനൊക്കെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി വീട്ടാവശ്യങ്ങൾക്ക് തന്നെ വേണം. ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്? എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഒക്കെ എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വി ക്യാൻ കണ്ടക്ട് എ മോഡൽ ഓഫ് എ ടർബൈൻ. ടർബൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വാട്ടർ വീലാണ്. ആൻഡ് കണ്ടക്ട് എൻ എക്സ്പെരിമെൻറ്റ് ഇൻ ഷോൺ ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കൊടുക്കുന്ന പോലെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നോക്കാം. റൈറ്റ് ഡൗൺ എ നോട്ട്സ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. അതായത് നിങ്ങൾ സയൻസ് നോട്ട് ബുക്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് നോട്ട് എഴുതണം. വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ നോട്ട് ബുക്ക്. എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത്? നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, മെറ്റീരിയൽ റിക്വയർഡ്, ഡയഗ്രാം, സ്റ്റെപ്സ് ഓഫ് ദ കൺസ്ട്രക്ഷൻ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ദെൻ ഹൗ ഡസ് ടർബൈൻ റൊട്ടേറ്റ്? എങ്ങനെയാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്താലാണ് മനസ്സിലാവുക. ഡസ് ദ വേരിയേഷൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ദ ഫോളിംഗ് വാട്ടർ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ? Will the change in the height of the bottle affect the speed of the turbine? അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചറിൻ്റെ സഹായത്തോടെ ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവുക.
Hydroelectric power is generated using the energy present in the water stored in dams. The water is released downward as per the demand to turn the turbine and drive the generator to generate an electricity. അതായത് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആകുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതൊരു എനർജിയാണ്. അതായത് ഈ നമ്മൾ കെട്ടി നിൽക്കുന്ന ഡാമുകളിലൊക്കെ, വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാമിലൊക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയാണത്. ആ എനർജീനെ വാട്ടർ ഈസ് റിലീസ്ഡ് ആൻഡ് ഡൗൺവാർഡിലേക്ക് ആസ് പെർ ദ ഡിമാൻഡ് ടു ടേൺ ദ ടർബൈൻ ആൻഡ് ട്രൈ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നതാണ്, അതായത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റി വിൻഡിലൂടെ, കാറ്റിലൂടെയുള്ള ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ടെന്നാണ് പാം ലീഫ് വിൻഡ് ഫാനും അതുപോലെ തന്നെ വിൻഡ് മില്ലിനെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റ് ഫിഗർ 1 നമ്മളൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാകും, ഓരോ കൂട്ടുകാർ ഈ ഇലകൾ വെച്ചിട്ടൊക്കെ. അത് ക്രിയേറ്റ് എ ഫാൻ യൂസിങ് പാം ലീവ്സ് ഓർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പാം ലീവ്സ് വെച്ചിട്ടോ അതുപോലെ തന്നെ ഒരു ഫാൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ഹോൾഡിംഗ് വിത്ത് ദിസ് ഫാൻ. Then does fan rotate? When does the fan rotate better? അതായത് ആ ഫാൻ റൊട്ടേറ്റ്, അതായത് കാറ്റ് വരുമ്പോഴാണ് ആ ഫാന് കൂടുതലായിട്ട് നല്ല രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്റ്റ്. അതായത് കാറ്റിന് എന്തിൻ്റെ കഴിവുണ്ട്, ഓരോ ഒബ്ജക്റ്റിനെയും മൂവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഓഫ് ദ വിൻഡ്. അതായത് നമുക്ക് ഈ വിൻഡിൻ്റെ ഈ കഴിവിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. വെൻ ദ ബ്ലേഡ്സ് ഓഫ് ദ വിൻഡ് മിൽ they drive a connector turbine and generate electricity is generated. അതായത് ഈ വിൻഡ് മില്ലൊക്കെ നമ്മൾ നന്നായി കാറ്റുള്ള സ്ഥലങ്ങളിലാണ് വെക്കുക. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറങ്ങുമ്പോൾ അതെന്താണ്, അതിൻ്റെ ബ്ലേഡ്സ്, വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ആകും, അതുവഴി അത് കണക്ട് ചെയ്തിട്ട് ടർബൈൻ ആകും, അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഇൻ കേരളം ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഫ്രം ദ വിൻഡ് എനർജി ഈസ് പ്ലേസ് ലൈക്ക് രാമക്കൽമേട്, കഞ്ഞിക്കോട് ആൻഡ് അട്ടപ്പാടി. അതായത് കേരളത്തിൽ ഈ വിൻഡ് മില്ലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രാമക്കൽമേട്, കഞ്ഞിക്കോട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിലാണ്. വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ ദൂസ് പ്ലേസസ്? അതായത് എന്തിനാണ് ഈ വിൻഡ് മിൽസ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്, എന്തിനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്? വിൻഡ് ഈസ് എൻ എനർജി സോഴ്സ് ദാറ്റ് ഹ്യൂമൻ ഹാവ്സ് യൂസ്ഡ് സിൻസ് ഏൻഷ്യൻ ടൈം. അതായത് വിൻഡ് എനർജി ആയിട്ട്, അതായത് മനുഷ്യൻ ആദിമകാലം മുതലേ വിൻഡ് എനർജി ആയിട്ട് മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. ദ പവർ ഓഫ് വിൻഡ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ട്രാവലിംഗ് റിവേഴ്സ് ആൻഡ് ഓഷ്യൻ. Storms cause damage and calamities as they are rich in energy. Nowadays, the possibility of storms can be predicted through the weather forecast and warnings. We can reduce the rate of calamities and losses if we take precautions according to them. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ഫ്രം ദ സൺലൈറ്റ് ആണ്. ഇനി നമ്മൾ എനർജി ഫ്രം സൺലൈറ്റിനെ കുറിച്ചിട്ടാണ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കീപ് ദ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വേർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. ഒരു സ്റ്റീൽ വെസൽ, അതായത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെക്കുക. ടച്ച് ദ വെസൽ ആഫ്റ്റർ സം ടൈംസ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വെസൽ ഒന്ന് തൊടുക. വാട്ട് ഡിഡ് യു ഫീൽ? വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? എന്താണ് നമുക്ക് അനുഭവപ്പെടുക? നല്ല ചൂടായിരിക്കും എല്ലാതുമേ. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? വാട്ട് വിൽ ബി ഹാപ്പൻ ഇഫ് സം വാട്ടർ ഈസ് poured ഇൻ ടു ദ വെസൽ? അതായത് കുറച്ച് വെള്ളം നിങ്ങൾ അതിലേക്ക് ഒഴിച്ചാൽ എന്താണ് ഉണ്ടാവുക? അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്? അതായത് എങ്ങനെയാണ്, എന്തൊക്കെ രീതികളിലാണ് എനർജി സൺലൈറ്റിൽ നിന്നുള്ളത് യൂസ് ചെയ്യുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? എനർജി നമ്മൾ ഫോർ ഡ്രൈയിങ് ഒബ്ജക്റ്റ്, അതായത് വസ്തുക്കൾ ഉണക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? ഫോർ ഡ്രൈയിങ് ക്ലോത്ത്സ്, അതായത് തുണികൾ ഉണക്കാൻ വേണ്ടി. ഫോർ ഡ്രൈയിങ് ഫിഷ് ആൻഡ് മീറ്റ്, അതായത് മീനും അതുപോലെ ഇറച്ചിയും ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്രെയിൻസ് ഉണക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്കിതിൽ എഴുതാവുന്നതാണ്. ദെൻ ഡിവൈസസ് ദാറ്റ് യൂസ്ഡ് ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കേഴ്സ് ആൻഡ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. അതായത് നമ്മൾ ഡിവൈസസ്, അതായത് യൂസ് ചെയ്യുന്നത്, ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? സോളാർ കുക്കേഴ്സും അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററുമാണ്. വാട്ട് ആർ ദ ഡിവൈസസ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ചിത്രം സോളാർ കാൽക്കുലേറ്റർ ആണ്, രണ്ടാമത്തേത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്, മൂന്നാമത്തേത് സോളാർ എമർജൻസി ലാമ്പാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ദ പിക്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്.
ഫ്രം വേർ ഡു ദേ ഗെറ്റ് ദ എനർജി ടു ഫങ്ഷൻ? എവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഫങ്ഷൻ ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്? ദ സോളാർ പാനൽസ് ഇൻ ദിസ് ഡിവൈസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി. സോളാർ പാനൽസ് എന്ന് പറയുന്ന ഡിവൈസ് എന്താ, സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ സോളാർ സെൽസ് ഇൻ ദ സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. അതായത് സൂര്യപ്രകാശം സോളാർ സെല്ലിലേക്ക് പതിക്കും. ആ സോളാർ സെല്ല് എന്ത് ചെയ്യും, ആ സോളാർ പാനൽ എന്ത് ചെയ്യും, ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, ജനറേറ്റ് ചെയ്യും. Devices that generate electricity from sunlight are widely used in homes and other establishments. അതായത് സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഡിവൈസസ് ഇപ്പോൾ ഇന്ന് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും സോളാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അടുത്തത് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്കറിയാമല്ലേ, ഇപ്പോൾ ഒരുപാട് നമ്മൾ റോഡുകളിൽ നമുക്ക് കാണുന്നതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. Have you noticed vehicles with green number plates? What are the special features? ലെസ് പൊല്യൂഷൻ ആണ്, അതുപോലെ തന്നെ ലെസ് റണ്ണിങ് കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ലെസ് മെയിൻ്റെനൻസ് ആണ്, അതുപോലെ തന്നെ ലെസ് നോയ്സ് പൊല്യൂഷൻ ആണ്. ദെൻ അടുത്തത് ഒബ്സർവ് ദ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രസൻറ്റ് ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്. ഇലക്ട്രിക് കാർ ഉണ്ടായിരിക്കും, ഇലക്ട്രിക് ബസ് ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക് ഓട്ടോറിക്ഷാസ് ഉണ്ട്, ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ദെൻ അടുത്ത ടോപ്പിക് എന്താണ്, റിന്യൂവബിൾ എനർജി സോഴ്സസ്. വാട്ട് ആർ ദ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആസ് സൺലൈറ്റ് ആൻഡ് വിൻഡ്? Energy sources like sunlight and wind do not get exhaust due to consumption. These are known as renewable energy sources. These energy sources do not cause air pollution. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്, അതായത് എനർജി സോഴ്സസ് ആയിട്ടുള്ള ഈ സൺലൈറ്റ്, വിൻഡ്, ഇതൊക്കെ എന്താണ്, തീരെ കഴിയില്ല, നമ്മൾ ഉപയോഗിച്ചാലും കഴിയാത്തതാണ്. അതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എനർജി സോഴ്സസ് നമുക്ക് ഒരു തരത്തിലും എയർ പൊല്യൂഷനോ ഒരു തരത്തിലുള്ള ഹാംഫുള്ളും ഉണ്ടാക്കുന്നില്ല. Then Kochi Airport. Kochi Airport is the world's first fully solar powered airport. This international airport generates the electricity needed its operation using solar panels. കൊച്ചി എയർപോർട്ടാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ പവേർഡ് ആയിട്ടുള്ള എയർപോർട്ട്. അതുപോലെ തന്നെ അതിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് generate electricity needed for its operation using solar panels. സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. Biogas. We can generate fuels from bio waste which cause environmental problems. Biogas is a type of fuel derived from bio waste. What are the benefits of setting up biogas plants in our school and home? Visit a biogas plant, understand how it is operated. You have learned about different method of energy production, haven't you? Can you this source satisfy all our energy needs? അതായത് ബയോഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഫ്യൂവൽസിനെ ഉണ്ടാക്കുന്നതാണ്. അതായത് ബയോ വേസ്റ്റിലൂടെ ഉണ്ടാക്കുന്ന ഫ്യൂവൽസാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അത് വളരെയധികം ബെനിഫിറ്റ്സ് ആണ്. അതായത് നമുക്ക് ആ വേസ്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്. The methods to provided below are also used for energy production. അതായത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള മെത്തേഡുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തെർമൽ പവർ പ്ലാന്റ്സ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ, ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇവയൊക്കെയാണ് മറ്റുള്ള എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഹോട്ട് ബോക്സ്. We can reduce the consumption of fuels by minimizing energy loss. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്യൂവൽസിൻ്റെ കൺസെപ്ഷൻ നമുക്ക് കുറക്കാൻ സാധിക്കും, എനർജി ലോസ്. ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രം ലോസിങ് ഇറ്റ്സ് ഹീറ്റ്. If we keep the half-cooked food items in this box, they get cooked. It saves energy by preserving the heat inside it. അതായത് ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിവൈസാണ്. അതായത് നമുക്ക് ഫുഡൊക്കെ, അതായത് എനർജി ലോസിങ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഫുഡ് പാകം ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഫുഡ് ഈ ബോക്സിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കുക്കായിട്ട് മാറും. അങ്ങനെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഹോട്ട് ബോക്സിൻ്റെ പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ അതർ ഡിവൈസസ് are used in house to prevent energy loss? Identify and write down.
fuels of the future. You have understood the various uses of fuels having you. What are their limitations? അപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂവൽസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഗെറ്റ് എക്സ്പോസ്ഡ് വിത്ത് വൺസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. സോളാർ എനർജി, വിൻഡ് ആൻഡ് ടൈഡൽ വേവ്സ് ആർ ദ എനർജി സോഴ്സസ് വിതൗട്ട് ദിസ് ലിമിറ്റേഷൻസ്. അതായത് സോളാർ എനർജി അതുപോലെ തന്നെ വിൻഡ്, ടൈഡൽ എനർജി ഇവയ്ക്കൊന്നും ഈ ലിമിറ്റേഷൻസ് ഇല്ല. ഓക്കെ, ഈ സൺലൈറ്റ് അവൈലബിൾ എവ്രിവർ അറ്റ് ഓൾ ടൈം. അതെ, എല്ലാ സമയങ്ങളിലും നമുക്ക് സൺലൈറ്റ് ലഭിക്കും അല്ലേ? ഇഫ് ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം? നോ. വാട്ട് അബൌട്ട് ദ ടൈഡൽ വേവ്സ്? വി കാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൾവേസ് അറ്റ് ദ സെയിം റേറ്റ് ഫ്രം ദിസ് സോഴ്സസ്. ദ സയൻറ്റിസ്റ്റ് ആർ ഇൻ search for new energy sources that can overcome these limitations. Fuels like hydrogen and biodiesels are examples for such as promising fuels. Collect more information about these fuels and prepare a report. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റ് ഇപ്പോൾ എന്താണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂ എനർജി സോഴ്സസ്. ഈ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു എനർജിയെ സയൻറ്റിസ്റ്റൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞതിൽ, അതായത് സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നതിൽ മെയിനായിട്ട് ഓരോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എനർജി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എങ്ങനെയാണ് കുക്കിങ്ങിൽ എനർജി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, ഹീറ്റ് എനർജി പറഞ്ഞു, വിൻഡ് എനർജി, സൺലൈറ്റ് എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ദെൻ നമുക്ക് ഇനി ഇതിലെ ലെറ്റേഴ്സ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റേഴ്സ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ 1. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഗീവ് ദ റീസൺ ഫോർ കാറ്റഗറൈസിങ് ദം. അതായത് കുറച്ച് ഫ്യൂവൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ, കോള്, സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡീസൽ എന്നിവ. അപ്പോൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം? റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീസണും എഴുതണം. സോ ആദ്യം നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് എഴുതാം. ദെൻ അടുത്തത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? പെട്രോൾ, ഡീസൽ, കോള്. ദെൻ അതിൻ്റെ റീസൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആർ ദോസ് റിസോഴ്സസ് വിച്ച് ഡു നോട്ട് എക്സോസ്റ്റ് ഈവൻ ആഫ്റ്റർ റിപ്പീറ്റഡ് യൂസ്. നമ്മൾ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്താലും തീരാത്തതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ദെൻ സം എനർജി സോഴ്സസ് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു ദെയർ അൺകൺട്രോളബിൾ യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. സച്ച് എനർജി സോഴ്സസ് ആർ കോൾഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. Okay, then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ബൈ ആഡിങ് ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ക്രൂഡ് ഓയിൽ ഈസ് പ്രോസസ്ഡ്. ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക? എന്തൊക്കെയായിരിക്കും? പെട്രോള്, അതുപോലെ തന്നെ ബിറ്റുമാൻ എഴുതിയിട്ടുണ്ട്, ഡീസൽ, അതുപോലെ നാഫ്ത, LPG, കെറോസിൻ, പാരഫിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. അങ്ങനെ മാപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പീപ്പിൾ സ്റ്റിൽ യൂസ് ഓപ്പൺ ഹേർട്സ് ഡോണ്ട് ദേ? വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? അതായത് ഇപ്പോഴും ആളുകൾ ഹേർത്ത്, അതായത് അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഡു നോട്ട് പാക്ക് ദ സ്റ്റൗ വിത്ത് എക്സസ് ഫയർവുഡ്. നമ്മൾ നിറച്ച് വിറക്ക് അതിൽ കൊണ്ടിടാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലീൻ ദ ചിമ്മിനി വൺസ് എ മന്ത്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചിമ്മിനി ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ക്ലീൻ ദ സ്റ്റൗ എവറി ഡേ. സ്റ്റൗ നന്നായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. അതുപോലെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? വെസൽ സ്യൂട്ടബിൾ സൈസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കുക്കിംഗ്. അങ്ങനെ അതൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഴ്സസ് ഓഫ് എനർജി പറയുന്ന 6ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിൽ പാഠഭാഗവും അതുപോലെ തന്നെ പാഠത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെയുള്ള എക്സസൈസും ഒക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഒറ്റ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.